ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ ചിലവിടുന്ന് ചിരിക്കും. ഞാനിതിന് മുമ്പ് ഒരു മീറ്റപ്പിന് പരിചയപ്പെടുത്തിയപ്പോൾ അതുപോലെ പറഞ്ഞു, ഒരു ഭാര്യയും 3 കുട്ടികളാണ്. അപ്പോൾ എല്ലാവരും ചിരിച്ചു. ആദ്യം എനിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഒരു ഭാര്യ എന്ന് പറഞ്ഞപ്പോൾ ഉള്ള പ്രശ്നമാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഭാര്യ 1, 2, 3 ഒക്കെ ആവാമല്ലോ. അപ്പോൾ എനിക്കൊരു ഭാര്യയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ 3 മക്കളാണുള്ളത്. എൻ്റെ വീട്ടിൽ പിന്നെ ഉമ്മയും ഞാനും വൈഫും അങ്ങനെയുള്ളൂ. ജ്യേഷ്ഠന്മാരൊക്കെ അപ്പുറത്തെ വീട്ടുകളിലാണ്. മകന് ഒന്ന് CA പഠിക്കുകയാണ്. 2ാമത്തെ മകന് ഡിഗ്രിക്ക്, 3ാമത്തെ മകളാണ്, അവൾ 5ാം ക്ലാസ് പഠിക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്കുമാരി തന്നെ പ്രസംഗം പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്നൊക്കെ ഞാൻ സത്യം പറയുകയാണെങ്കിൽ വളരെ 10:30 ഞാൻ വന്നപ്പം നേരത്താണ് എനിക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നത്. അങ്ങനെ ഹോസ്പിറ്റലും പെങ്ങൾക്ക് പെട്ടെന്ന് ഒരു തലചുറ്റലും കാര്യങ്ങളൊക്കെ വന്നിട്ട് പെങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കതിൻ്റെ ശേഷം അത് ആഗ്രഹം കൊണ്ടാണ് അതൊക്കെ, അല്ല ഞാൻ ഇന്ന് വരാൻ സാധിക്കില്ല. അപ്പോൾ അത്രയ്ക്കുള്ളൊരാഗ്രഹം കൊണ്ടൊക്കെയാണ് ഇവിടെ വന്നത്. ഉമ്മയും ഉപ്പയും മരണപ്പെട്ടു. ജ്യേഷ്ഠന്മാർ 5 ജ്യേഷ്ഠന്മാരുണ്ട്, 4 സഹോദരിമാരുണ്ട്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കുടുംബ പശ്ചാത്തലം. ബാക്കി നമുക്ക് പിന്നീട് പരിചയപ്പെടാം. മറ്റുള്ള സ്ഥലത്താണ് എൻ്റെ ജോലി. KCBയിൽ സബ് എഞ്ചിനീയറായിട്ടാണ്. എനിക്ക് 4 മക്കളുണ്ട്, 3 പെൺകുട്ടികളും 1 ആൺകുട്ടിയാണ്. നമസ്കാരം, എൻ്റെ പേര് അനീഷ് കുമാർ എന്നാണ്. ഞാൻ വരുന്നത് എടയൂരാണ്, വളാഞ്ചേരി എടയൂർ എന്നാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, ഒരു 5-6 കിലോമീറ്റർ. എനിക്ക് 2 കുട്ടികളാണുള്ളത്. പിന്നെ വൈഫുണ്ട്. വൈഫ് ടീച്ചറാണ്, തിരുവനന്തപുരം, അവിടെ ഇല്ല. പിന്നെ ഞാൻ ജോലി ചെയ്യുന്നത് റെയിൽവേയിലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, എൻ്റെ പേര് ഫൈസൽ എന്നാണ്. എൻ്റെ സ്വദേശം ഇടുക്കി ജില്ലയിലെ തൊടുപുഴയാണ്. ഞാൻ മൂവാറ്റുപുഴ സെറ്റിലായിട്ട് 10 വർഷമായി. ജോലിയുമായി ബന്ധപ്പെട്ട് അവിടെ പള്ളിയിൽ വന്നു. അങ്ങനെ അവിടെ ഒരു വീട് പണിതു. അപ്പോൾ അവിടെയാണ് മൂവാറ്റുപുഴയുടെ താമസം. മൂവാറ്റുപുഴയിൽ നിന്നും 4 കിലോമീറ്റർ അകലെ വെസ്റ്റ് മുളകൂർ എന്ന് പറയുന്ന ജുമാ മസ്ജിദിൽ 6 വർഷമായി നിലവിൽ ഖത്തീബ് ആയി സേവനമനുഷ്ഠിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുക, ഒരു ഖത്തീബായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ ഇതേപോലെ ഒരു പ്രസംഗ പരിശീലന ക്ലാസ്സിൽ എന്തിനു വന്നു എന്ന് സ്വാഭാവികമായി നിങ്ങൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. സത്യത്തിൽ മിക്ക ദിവസങ്ങളും പ്രസംഗമുണ്ട്, ക്ലാസ്സുകളുണ്ട്, എല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമായി പല അന്വേഷണങ്ങളിലുമാണ് ഫൈസൽ സാറിലേക്ക് എത്തപ്പെട്ടത്. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, മൈ ടോപ്പ് ടൈം എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. എൻ്റെ പ്രസംഗങ്ങളും അതേപോലെ തന്നെ ട്രാവൽ വ്ളോഗൊക്കെ എൻ്റെ അത് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സ്വന്തം ചാനൽ കാണുക എന്നുള്ളൊരു ആഗ്രഹമാണല്ലോ എല്ലാവർക്കും. അങ്ങനെ എൻ്റെ പേരും ഫൈസൽ എന്നാണ്. അങ്ങനെ ഞാൻ ചിലവ് ഫൈസൽ മൗലവി എന്ന് സെർച്ച് ചെയ്തതിൻ്റെ ഇടയ്ക്ക് കയറി വന്നതാണ് ഫൈസൽ നെടുങ്ങോട്ടൂർ എന്ന പേര്. ഇങ്ങനെ അവിടെ പ്രസംഗ പരിശീലനം നടക്കുന്നതും പലരും പ്രസംഗിക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ ഒരു കൗതുകമായി തോന്നി. അതിനകത്ത് നിന്ന് നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടു. പ്രസംഗ പരിശീലന കോഴ്സാന്ന് പറഞ്ഞപ്പോൾ ചുമ്മാ സാധാരണ എല്ലാവരും ചേരുന്നത് പോലെ ആ എമൗണ്ട് അടച്ച് ഞാനും ചേർന്നു. ഒരു മാസക്കാലത്തേക്ക് അതിനകത്ത് ഞാനുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം പറയലൊന്നുമില്ലായിരുന്നു. പറയലെന്ന് വെച്ചാൽ ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജുമാ പ്രസംഗങ്ങൾ മാത്രമേ അപ്ലോഡ് ചെയ്യുള്ളൂ. കാരണം ഞാനൊരു ഓൺലൈൻ മദ്രസ നടത്തുന്നുണ്ട്. 10-20 കുട്ടികൾ മദ്രസയിലുണ്ട്. പിന്നെ മറ്റ് വനിതാ കോഴ്സുകളും സംഭവങ്ങളൊക്കെ എൻ്റെ അത് നടത്തുന്ന ഓൺലൈൻ പരിപാടികളെല്ലാം തന്നെ നടക്കുന്നത്. പലപ്പോഴും ഉറങ്ങാൻ സമയം 3 മണിക്കൂർ 3.5 മണിക്കൂർ താഴെയാണ് ഒരു ദിവസം ഉറങ്ങാൻ പറ്റുന്നുള്ളൂ. കാരണം കൂടുതൽ കുട്ടികളും UK കുട്ടികളൊക്കെയാണ് ഓൺലൈൻ മദ്രസയിലുള്ളത്. അപ്പോൾ അവരുടെ ടൈം എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ 10:30 കഴിയുമ്പോഴാണ് അവിടെ സ്കൂൾ വിട്ട് കുട്ടികൾ വരുള്ളൂ. അപ്പോൾ അതിന് ശേഷമാണ് അവിടുത്തെ ക്ലാസ് നടക്കുള്ളൂ. പിന്നെ എനിക്ക് രാവിലെ സുബഹിക്ക് ഡ്യൂട്ടി ഉണ്ട്. 4:10 ആകുമ്പോഴത്തേക്ക്, ഇപ്പോഴത്തെ ഒരു സമയം വെച്ച് 4:10 ആകുമ്പോഴത്തേക്ക് എഴുന്നേക്കും. കിടക്കുമ്പോഴത്തേക്ക് ഒരു 1 മണി 12:45 1 മണിയൊക്കെ ആകും ക്ലാസ് കഴിഞ്ഞ് കിടക്കുമ്പോൾ. പിന്നെ വേറെ ഒന്നിലേക്ക് ശ്രദ്ധിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഫൈസൽ സാറിൻ്റെ ക്ലാസ് ആണെങ്കിൽ അത് കേട്ടിട്ടൊരു മറുപടി ഇതിടാനൊന്നും പറ്റാറില്ല. കാരണം പള്ളിയിൽ എല്ലാ ദിവസവും ഹദീസ് ക്ലാസ് ഉണ്ട്, ആഴ്ചകളിൽ വനിതാ ക്ലാസ് ഉണ്ട്, ജുമായുടെ പ്രസംഗങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ ഇതുപോലത്തെ ചില പരിപാടികളൊക്കെ നമ്മൾ നടത്തുന്നത് കൊണ്ട് അതിൻ്റെ എല്ലാം പുറകെ നിൽക്കുന്നത് കൊണ്ട് സാധിക്കാറില്ല. പിന്നെ ഈ പാരൻറ്റിങ് കോഴ്സിൻ്റെ ഇതിന് ഞാൻ ചേർന്നിരുന്നു, 1 മാസത്തെ കോഴ്സിന് ഞാൻ ചേർന്നിരുന്നു. ഞാൻ ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും ക്ലാസ് ഇങ്ങനെ വോയിസ് കേട്ട് എഴുതിയെടുക്കലായിരുന്നു. അപ്പോൾ കുറേ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പെൻഡിങ് ഇനി എങ്ങനെ എഴുതും? കാരണം കുറേ ഇങ്ങനെ എഴുതാൻ കിടക്കുകയാണ്, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്ന നോക്കിയപ്പോഴാണ് അത് ബുക്കാവുന്നു എന്ന് കണ്ടത്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, എന്നാൽ പിന്നെ അത് ബുക്കിൻ്റെ പ്രകാശനമാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ വന്നേക്കാം. ദൂരെ യാത്ര ആകെ വ്യാഴാഴ്ച 1 ദിവസം മാത്രമേ എനിക്ക് ലീവുള്ളൂ. ആ ദിവസം ഇനി ഇതിനു വേണ്ടി ചിലവഴിക്കാമെന്ന് കരുതിയിട്ട് ആ പുസ്തകം കൈക്കലാക്കാം എന്നുള്ള ചിന്തയിലാണ് ഞാനിങ്ങോട്ട് കടന്നു വന്നത്. എനിക്ക് ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു ഭാര്യയും 2 കുട്ടികളാണുള്ളത്. എൻ്റെ മൂത്ത കുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഇളയാൾ UKGയിലാണ് പഠിക്കുന്നത്.
പ്രത്യേകിച്ച് ആർക്കും ചോദിക്കണ്ടേ ചോദിക്കും. ചോദിക്കൂ, എന്ത് ചോദിക്കാം? സാറേ ഈ പറഞ്ഞ പോലെ ആർട്ട് ഓഫ് പാരന്റിങ് നമുക്ക് മക്കളെ നന്നായിട്ട് പരിപാലിക്കാൻ, അപ്പോൾ ഒരു വാട്സപ്പ് ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ ഇത് മറ്റുള്ളവരൊക്കെ എല്ലാ രക്ഷിതാക്കളും പഠിക്കേണ്ടതെന്ന് തോന്നിയിട്ടുണ്ടോ? എന്തായാലും അനുഭവം എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടെന്നുള്ള കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു ഉസ്താദാണെങ്കിലും കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണെങ്കിലും സ്വാഭാവികമായി നമ്മൾ പേഴ്സണൽ ജീവിതത്തിൽ ഇപ്പോൾ വ്യക്തിപരമായി പറഞ്ഞാൽ ഒത്തിരി പൊറോട്ട എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ കൊച്ച് അവൻ ഖുറാനോ തന്നെ അത്ര ബെറ്റർ അല്ല. പക്ഷെ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ എൻ്റെ ഭാര്യ ബഹളം ഉണ്ടാക്കും, നിങ്ങൾ ഈ ഒരു കൊച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ വെച്ചാൽ മദർസയെ പഠിപ്പിക്കുന്ന പിള്ളേരൊക്കെ നിങ്ങൾ എങ്ങനെ നോക്കണമെന്ന് ചോദിക്കും. അപ്പം നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യമുള്ള സ്ഥലത്ത് നമ്മളെ എല്ലാ നിയമങ്ങളും ലംഘിക്കപ്പെടുന്ന ചില അവസ്ഥകളുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ ഒരു ചെറിയ മാറ്റം എനിക്ക് ആർട്ട് ഓഫ് പാരൻറ്റിങ് എന്നൊരു വിഷയത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എൻ്റെ നോട്ട്ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനത് എഴുതിയെടുത്ത് ഇങ്ങനെ തുടങ്ങിയത് തന്നെ അതുകൊണ്ടാണ്. പിന്നെ ഒപ്പം എഴുതിയെടുക്കൽ വലിയ പാടാണല്ലോ. ചില ദിവസങ്ങളിൽ വോയിസ് കുറവാണെങ്കിൽ ചില ദിവസങ്ങളിൽ വോയിസ് ലെങ്തി ആയിരിക്കും. അപ്പോൾ അത് മൊത്തം കേട്ട് എഴുതുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞാൽ ഓൺലൈൻ മദ്രസയിലാണെങ്കിലും UK കുട്ടികൾക്ക് ഇവിടെ നിന്ന് പോയി നേരത്തെ ഇവിടെ സെറ്റിലായ കുട്ടികളാണ്. അപ്പോൾ അവർക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവും, പക്ഷേ എഴുതാനും വായിക്കാനും അറിയില്ല. അപ്പോൾ നോട്ട് നമ്മൾ ഇംഗ്ലീഷിലായി കൊടുക്കണം. ഈ പറഞ്ഞ ഇംഗ്ലീഷിൽ അത്ര ഒരു ബെറ്റർ ഒന്നും അല്ലാത്തതുകൊണ്ട് ഇതൊക്കെ നമ്മളൊന്ന് റെഡിയാക്കിയിട്ട് വേണം കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ. മലയാളം പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവും, പക്ഷേ എഴുതാനും വായിക്കാനും അറിയില്ല. അതിനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകെ തന്നെ ഇങ്ങനെ നിരന്തരം നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു സമയക്കുറവൊക്കെ കൊണ്ടാണ് എഴുതാനും സാധിക്കാതിരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതേപോലെ പല ക്ലാസ്സുകളിലും പല സ്ഥലങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. സിറാജുദ്ദീൻ പറമ്പത്ത് അറിയോ, കണ്ണൂർ സ്വദേശിയാണ്. മൂപ്പര് 6 മാസത്തെ കോഴ്സിൽ നിരന്തരം ഞാനുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു പ്രചോദനമാണ് ഇപ്പോൾ ഞാൻ ജോലിക്ക് കയറുമ്പോൾ 10ാം ക്ലാസ് പാസ്സലായിരുന്നു. അതിനുശേഷം 10ാം ക്ലാസ് പഠിച്ചു, +2 പഠിച്ചു, BA മലയാളം പഠിച്ചു. എല്ലാം സ്വന്തമായി ഇങ്ങനെ ഇരുന്ന് ഒറ്റയ്ക്ക് പഠിച്ചാണ്. അടുത്ത് പോയി പഠിക്കാനുള്ള സാഹചര്യ സമയമൊക്കെ ഒന്നും മദർസയൊക്കെ ഫുള്ളാകുമ്പോഴേ നടക്കൂല. എല്ലാം ഒറ്റയ്ക്ക് ഇങ്ങനെ വീട്ടിൽ ഇരുന്നു. അതേപോലെ രജിസ്റ്റർ ചെയ്യും, അവിടെയുള്ള കുട്ടികളെ പരിചയപ്പെടും, വാട്സപ്പിലൊക്കെ നോട്ട് വാങ്ങും, അത് തയ്യാറാക്കും. അങ്ങനെ പഠിച്ച് ഇവിടം വരെ എത്തി. അൽഹംദുലില്ലാ. നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാകണം. എന്തെങ്കിലും ഉണ്ടോ? ഏതാ, അറബിയിലോ അതെയോ? അൽക്കാസിമിയാണ്. മൈ ടോക്ക് ടൈം. ഏതാ മൈ ടോക്ക് ടൈം? സാധാരണ എൻ്റെ പ്രസംഗങ്ങൾ അപ്ലോഡ് ചെയ്യലുണ്ട്, പിന്നെ ട്രാവൽ വ്ലോഗ് ചെയ്യലുണ്ട്. പിന്നെ നമുക്ക് ഈ സാധാരണ റയറായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളില്ല. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ മഞ്ഞപ്പത്രം നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കാണല്ലോ. ഇപ്പോൾ എന്താണ് ഈ മഞ്ഞപ്പത്രം? അങ്ങനത്തെ ഉള്ള വാക്കുകളെ കുറിച്ചിട്ട് അതിനുള്ള ഡെഫിനേഷനും സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ, എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു ചാനലാണ്. ഓക്കെ. സ്ഥലം ഇവിടെ അടുത്ത് തന്നെയാണ്, കൊടുമുടിയാറ്. ഇവിടുന്ന് ഏകദേശം 4 കിലോമീറ്റർ ഉണ്ടാകും ഫസ്റ്റ്. എനിക്ക് ഭാര്യയും 3 കുട്ടികളും. മൂത്തത് ആൺകുട്ടി, പിന്നെ 2 പെൺകുട്ടികൾ. മോന് ജോലി ആവശ്യാർത്ഥം പുറത്താണ്. ഒരു മോളെ കല്യാണം കഴിഞ്ഞു. ഒരു കുട്ടി ഉണ്ട്, പെൺകുട്ടി, 4 മാസമായി. ചെറിയ മോള് PGക്ക് പഠിക്കണം. എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. വീട്ടിലെ കാര്യങ്ങളും അതുപോലെ നാട്ടിലെ കാര്യങ്ങളും മറ്റുള്ളൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കി നടത്തുന്ന റിട്ടയർഡാണ്. അതെൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഒരു മോശമൊന്നുമില്ല. ഇങ്ങനെ നല്ല ജീവിതമൊക്കെ അന്വേഷിച്ചിങ്ങനെ പോകുന്നു. എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ജോലി ഇപ്പം ഇല്ല, റിട്ടയർഡായിരുന്നു. വാട്ടർ അതോറിറ്റിയിലായിരുന്നു. എന്നല്ല ഔട്ട് ഓഫ് ആയിരുന്നു പെരിന്തൽമണ്ണ. ഇപ്പോൾ ഈ വിശ്രമ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോ എന്തെങ്കിലുമൊക്കെ എന്തിനാണ് ഏറ്റവും അധികം ഫോക്കസ് ചെയ്യുന്നത്? 2 ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. ഞങ്ങൾ അവിടെ ഇപ്പോൾ ഒരു പാലിയേറ്റീവ് ഉണ്ട്, പക്ഷെ അതിലല്ല. പക്ഷെ ഞങ്ങൾ ഒരു കൂട്ടായ്മയായിട്ട് കൈത്താങ്ങി എന്ന ഇത് ഇവിടെ ഇന്ന് 3ാമത്തെ ക്ലാസ്സാണ് ഇവിടെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. പോയിക്കോളാന്ന് പറയും. അപ്പം ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ മാഷാ അല്ലാഹ് വരാനും പഠിക്കാനും പറ്റിയാലും നല്ല തന്നെ.